സിനിമാ കാര്യങ്ങൾ ഇന്ന് കടന്നു ചെല്ലുന്നത് തികച്ചും സാങ്കേതികമായൊരു മേഖലയിലേക്കാണ്. ക്യാമറ അഥവാ സിനിമാറ്റോഗ്രാഫി. ഇത് ആനന്ദ് സിനി സർവീസിൻ്റെ ക്യാമറ ശേഖരമാണ്. ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ക്യാമറകളെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരുപാട് ക്യാമറകളുണ്ട് ഇവിടെ. ഓരോ കാലഘട്ടത്തെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാമറകൾ ഇവിടെ ഉണ്ട്. ക്യാമറകളുടെ വിശാലമായ ലോകത്തേക്ക് സ്വാഗതം. എൻ്റെ അപ്പച്ചൻ്റെ പ്രായമുണ്ട്. 70 വർഷം പഴക്കമുള്ള ക്യാമറയാണ് ഇത്. മിച്ചൽ ക്യാമറ എന്നാണ് ഇതിൻ്റെ പേര്. 70 വർഷത്തോളമായി ഈ ക്യാമറ ഈ സ്റ്റുഡിയോയിൽ എത്തിയിട്ട്. ഇദ്ദേഹം നാരായണൻ, ശ്രീ നാരായണൻ ചേട്ടൻ, ഇദ്ദേഹം 50 വർഷമായി ഈ ക്യാമറയുടെ അസിസ്റ്റൻ്റായി. ഈ ക്യാമറയിലാണ് 1000-ലൊരുവൻ, അടിമപ്പെണ്ണ് തുടങ്ങിയ അക്കാലത്തെ ഹിറ്റ് സിനിമകളെല്ലാം MGR ഒക്കെ അഭിനയിച്ച സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ സേതുമാധവൻ സാറിൻ്റെയും വിൻസെൻ്റ് മാഷിൻ്റെയും ഭാസ്കരൻ മാഷിൻ്റെയും ഒക്കെ കൃഷ്ണൻ നായർ സാറിൻ്റെയും ഒക്കെ സിനിമകൾ ഇതിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മിച്ചൽ ക്യാമറയുടെ ഒരു പ്രത്യേകത, മുൻപ് ഇത് സ്റ്റുഡിയോ ഫ്ലോറുകളിൽ ചെയ്യുമ്പോൾ ഇതിക്ക് മേലെ എന്താ ബ്ലിം എന്ന് പറഞ്ഞൊരു ആവരണം വെക്കും. അപ്പോൾ ഈ ക്യാമറ വർക്ക് ചെയ്യുന്ന സൗണ്ട് പുറത്തേക്ക് കേൾക്കില്ല. അന്ന് സ്റ്റുഡിയോയിൽ ഡയറക്റ്റായിട്ട് സൗണ്ട് എടുക്കുന്നതുകൊണ്ട് ഡയലോഗും പാട്ടും ഒക്കെ അന്ന് നേരിട്ട് എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറയുടെ സൗണ്ട് പുറത്ത് തീരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവരണം വേറെ ഇതിൽ മീതെ വെക്കുമായിരുന്നു. പിന്നീട് സിനിമ ഔട്ട്ഡോറിലേക്ക് വന്നപ്പോൾ ഈ ക്യാമറ പുറത്തേക്ക് വന്നു. പക്ഷേ അന്ന് ഇതിന് വ്യൂ ഫൈൻഡർ സെപ്പറേറ്റ് തനിയായിരുന്നത് അല്ലേ? ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വ്യൂ ഫൈൻഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഓൾട്ടർ ചെയ്തിട്ട് സാധാരണ ക്യാമറ പോലെ ഇത് ഈ വ്യൂ ഫൈൻഡറിലൂടെ തന്നെ കാണുന്ന രീതിയിൽ ആക്കി. ഈ ക്യാമറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ആയുഷ്കാലം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അപ്പോൾ അന്ന് ഈ ക്യാമറ ഉപയോഗിച്ചത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ അതിൽ സ്പെഷ്യൽ എഫക്ട്സ് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പണ്ട് ഈ ഡബിൾ റോള് സിനിമകൾ, പിന്നെ ചില ഗോസ്റ്റ് എഫക്റ്റ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ ചെയ്യാൻ മിച്ചൽ ക്യാമറ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ ഉണ്ടായിരുന്നു. മാസ്കിംഗ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിലൊരു ഫ്രെയിം കാണാം. ഇത് ഡബിൾ റോൾ സിനിമകളെല്ലാം ചെയ്യുമ്പോൾ ഇതിന് മാസ്കിംഗ് എന്ന് പറയും. ഇവിടെ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഈ സൈഡിൽ ഈ പോർഷൻ എക്സ്പോസ് ആവും. ഇപ്പോൾ നായകൻ ഡബിൾ റോളിൽ അഭിനയിക്കുന്ന ആൾ ഇവിടെ നിൽക്കുകയും ഇയാളുടെ ഡ്യൂപ്പ് അപ്പുറത്ത് നിന്നിട്ട് ഡയലോഗ് പറയുകയോ അല്ലെങ്കിൽ അടി കൂടുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ച് ഇവിടെ ഒട്ടിക്കും. ഈ ലോഡ് ചെയ്തിരുന്ന ഫിലിം റീവൈൻഡ് ചെയ്തിട്ട് എത്ര അടി ഓടിയോ അത്രയും റീവൈൻഡ് ചെയ്തതിന് ശേഷം ഈ സൈഡ്, നേരത്തെ എക്സ്പോസ് ചെയ്ത സൈഡ് കവർ ചെയ്യുകയും നേരത്തെ എക്സ്പോസ് ചെയ്യാത്ത സ്ഥലം എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഫിലിമിൽ അപ്പോൾ ഒരേ ആൾ തന്നെ 2 വേഷത്തിൽ നിൽക്കും. അതായിരുന്നു അന്നത്തെ ഡബിൾ റോൾ സംഭവങ്ങളുടെ ടെക്നിക്ക്. അതിനുപയോഗിച്ചിരുന്ന ഒരു ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രെയിമും ഈ ഗ്ലാസും ഉപയോഗിച്ചിരുന്നു. മിച്ചൽ ക്യാമറ 1920-ലാണ് ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തത്. അത് മിച്ചൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ മോഡലാണ് ആദ്യം ഉണ്ടാക്കിയത്. അതിനുശേഷം പിന്നെ നോയ്സ്ലെസ് ക്യാമറ, അതായത് മിച്ചൽ NC എന്ന് പറഞ്ഞ ക്യാമറ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അധികം റണ്ണിങ് ക്യാമറ മോട്ടർ സൗണ്ടും പിന്നെ അതിൻ്റെ റണ്ണിങ് സൗണ്ടും വരാത്ത രീതിയിലുള്ള ഒരു ക്യാമറയാണ് മിച്ചൽ NC എന്ന് പറഞ്ഞ മോഡൽ. അതാണ് നമ്മൾ കൂടുതലും ഇന്ത്യയിലെ മിക്ക സ്റ്റുഡിയോയിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാമറയാണ്. ഇൻഡോർ ഷൂട്ടിങ്ങിന് മുഴുവനും മിച്ചൽ ക്യാമറ വെച്ചിട്ടാണ് സിങ്ക് സൗണ്ട് ഷൂട്ടിംഗ് എടുത്തുകൊണ്ടിരുന്നത്.
പിന്നെ അതിൽ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വെർഷൻ ഉണ്ടായിരുന്നു. അതായത് അത് മൊത്തം ക്യാമറയുടെ മാഗസീനും അതിൻ്റെ ബോഡി എല്ലാം കവർ ചെയ്ത് ഒന്ന് ബ്ലിംപ് എന്ന് പറയും അതിന്. മെറ്റൽ ബ്ലിംപാണ്. അപ്പോൾ അതിന് BNC എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ടായിരുന്നു. പക്ഷേ BNC എന്ന മോഡൽ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇന്ത്യയിൽ അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അത് ഞാൻ പൂനെയിൽ പഠിച്ച കാലത്ത് അവിടെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BNC മിച്ചൽ ഉണ്ടായിരുന്നു. അത് കുറേ കൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ളതാണ്. കാരണം അതിൽ തന്നെ ഈ ഡിസോൾവ്സ് അല്ലെങ്കിൽ വൈപ്സ് ഇങ്ങനെയുള്ള ഇതെല്ലാം അതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം അതിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫോക്കസിങ് പോലും റിമോട്ട് ഫോക്കസിങ് കൊണ്ട് ഒരു 50 അടി കേബിൾ കൊടുത്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാമായിരുന്നു. എന്നാൽ ജനറലായിട്ട് മിക്ക സ്റ്റുഡിയോകളിലും അത് പല ഷൂട്ടിങ്ങിന് ഇൻഡോർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കറക്റ്റ് എക്സാക്റ്റായിട്ട് ഫുട്ടേജും ഫ്രെയിമും എത്ര ഫ്രെയിം എന്ന് വരെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല അത് ഷട്ടർ ക്ലോസ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്തിട്ട് ഫിലിം കംപ്ലീറ്റ് ആയിട്ട് റീവൈൻഡ് ചെയ്തിട്ട് വീണ്ടും ഡബിൾ എക്സ്പോഷർ ചെയ്യാം, അല്ലെങ്കിൽ മാസ്കിങ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ ഇമേജ് ഷേക്ക് ഒട്ടും ഇല്ലാതെ രജിസ്ട്രേഷൻ പിൻസ് ഉള്ളതുകൊണ്ട് ഇമേജ് ഒട്ടും ഷേക്ക് ഇല്ലാതെ വളരെ സ്റ്റഡി പിക്ചറാണ് ഉള്ളത്. വളരെ ഹെവി ക്യാമറയാണ്. സാധാരണ വളരെ നല്ല ആരോഗ്യമുള്ള ഒരാളിനെ അത് പൊക്കിയെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഔട്ട്ഡോറിലേക്ക് ഉപയോഗിക്കാറില്ല. ഇൻഡോറിന് മാത്രം സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുക. അത് സ്റ്റുഡിയോയിലെ ക്രെയിനിലോ അല്ലെങ്കിൽ ട്രോളിയിലോ പിന്നെ ഡോലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഇതിൽ ഉപയോഗിക്കുന്നതാണ് ഈ NC മിച്ചൽ എന്ന് പറഞ്ഞ ക്യാമറ. അതിൻ്റെ ഒരു ജാപ്പനീസ് വെർഷനുണ്ട്. ജാപ്പനീസ് വന്നിട്ട് അതിൻ്റെ അതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് അവർ സീക്കി എന്ന പേരിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ സീക്കി എന്ന് പറഞ്ഞ ആ ക്യാമറ ഇവിടെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ മുമ്പ് ഉണ്ടായിരുന്നു. അതിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ വരെ പോലുള്ള പടങ്ങളൊക്കെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ സീക്കി എന്ന് പറഞ്ഞ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്ഥലവൽപ്പം പെശകാണ്. ഞാനും പിന്നീട് സിനിമാസ്കോപ്പ് വന്നപ്പോഴും അതിൻ്റെ സിനിമാസ്കോപ്പ് ലെൻസ് ഇട്ടിട്ട് പ്രത്യേകിച്ച് വല്ല സ്പെഷ്യൽ എഫക്ട്സ്, അതായത് ഡബിൾ എക്സ്പോഷർ അല്ലെങ്കിൽ മാസ്കിംഗ് ഷോട്ട്സ് ഉണ്ടെങ്കിൽ അത് മിച്ചൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആകാശഗംഗ എന്ന സിനിമയിൽ ഒരുപാട് ഈ സ്പെഷ്യൽ എഫക്ട്സ് ഷോട്ട്സുകളുണ്ടായിരുന്നു. അത് മിക്കവാറും എല്ലാം തന്നെ എക്സെപ്റ്റ് ഒരു 4-5 ഷോട്ട് മാത്രം ഗ്രാഫിക്സ് ചെയ്ത്, ബാക്കി മുഴുവനും ഈ പല രൂപം മാറുന്നത്, വലിയ ഫിഗറാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ മിച്ചൽ ക്യാമറ തന്നെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ സെറ്റ് ഷൂട്ട് ചെയ്ത് പല സിനിമകളിലും അത് മിച്ചൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അലാവുദ്ദീൻ അത്ഭുത വിളക്കും സിനിമയിലെ ഒരുപാട് ഇൻഡോർസ് മുഴുവനും മിച്ചൽ ക്യാമറ വെച്ചിട്ടാണ് ഉപയോഗിച്ചത്.